എന്തിനാ അന്നാ കഥ എഴുതാൻ വന്ന ആളെ അടിച്ചത് മുടിയൻ? എന്റെ ചേട്ടാ വടി കൊടുത്ത് അടി പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ, വെറുതെ ഒരു ആവശ്യമില്ലാത്ത അതാ പറയുന്നത്. അത് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ട് എവിടേക്ക് പോണ നീ? ഈ ലുക്കൊക്കെ കണ്ടിട്ട് ചേട്ടൻ എന്താ തോന്നണേ? ഞാൻ പണിക്ക് പോവാ. നിങ്ങക്ക് പണിയില്ലെന്ന്? എന്ന് പണിക്ക് പോയില്ല. അപ്പൊ ഇന്നലെയോ? ഇന്നലെയും പോയിട്ടില്ല. നിങ്ങൾ വയസ്സായ ആൾക്കാരല്ലേ, പണിക്ക് പോയിട്ട് വേണ്ടിട്ടാ. അതാ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പണിക്ക് പോണ ആർക്ക് വേണ്ടിട്ടാ? ശരി എന്നാ അല്ലേ? ഓക്കെ, ഞാൻ പോട്ടെ. നിന്റെ കൂട്ടുകാരൻ തല്ലുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ ശരി എന്നാ. അല്ല, അവൻ ചോദിച്ച ചോദ്യം കേട്ടില്ലേ? നമ്മള് പ്രായമായിട്ട് പണിക്ക് പോണില്ലേന്ന്. അവന്മാരും എത്തിയിട്ടില്ല. ഇവർക്ക് ആരും ഉത്തരവാദിത്തില്ല ഇവർക്ക്. ഓരോ തന്നെ വിളിക്കേണ്ടി വരും. ഹലോ, ആ പറയ്. എവിടെയാടാ? ഞാൻ വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്തും. ആ വേം വാ. ആ ശരി ശരി, ഓക്കെ. ആ എവിടെ പോയി കിടക്കണേ? ഒന്നും പറയണ്ട. രാജന്റെ കടയിൽ കാലത്തന്നെ എങ്ങനെ അറിഞ്ഞപ്പോ വൈജി കാലഘട്ടല്ലടാ. എന്തെന്നാ കാര്യങ്ങൾ അറിയേ? ഒന്നും പറയണ്ട. എന്തുണ്ടായിപ്പോ? അപ്പൊ ഞാൻ അതുകൊണ്ട് ചായ കടയിൽ കയറി. ചായ കടയിൽ കയറി അവിടെ പൂരലമ്പ് പേഴ്സ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വർത്താനം. ഞാൻ ആ പേഴ്സ് കൊടുത്തു ആൾക്ക്. അപ്പൊ ആള് നമ്മളെടുത്ത പോലെ ടോക്കായി നോക്കുക മൊത്തത്തില്. ശരി. അപ്പൊ ഞാൻ കൊടുത്തു. പിന്നെ ആളിങ്ങനെ കുത്തിച്ച് നോക്കുക മൊത്തത്തില്. ഇറങ്ങി അവനോട് കൊണ്ടുവന്ന മുക്കില് 4 പുറത്തല്ലെങ്കിൽ അവന്റെ സന്തോഷം അതിന്റെ എനിക്കൊരു സന്തോഷം അതിന്റെ എനിക്ക് സന്തോഷമായില്ലേ? അപ്പൊ താങ്ക്സ്. ചാടിയില്ല ബാങ്കന്നെ പൊന്നോ. നീ ഇതുപോലത്തെ ഉപകാരങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. നീ ചായ കുടിക്കുന്ന അവനാരെ ഞാൻ പഠിച്ചാ എന്നുണ്ട് പെണ്ണുകളൊക്കെ ഇറങ്ങല്ലേ സൈക്കിൾ ഉണ്ടാന്ന് പറഞ്ഞാൽ ജമ്മല്ലടാ. ഏത് ജീവിതത്തിൽ ജയിക്കണത്? 2025 90 അല്ല, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. അതിന് ഡ്രൈവർ വെച്ചാ മതി. ബൈക്കിനാ? ഞാൻ ഓടിക്കാലോ. അത് പൊളിക്കും. ബൈക്ക് മേടിച്ചിട്ട് ഡ്രൈവറെ ചായത്തെ മനുഷ്യൻ നിങ്ങളായിരിക്കും. അല്ലടാ, അപ്പന്റെ കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യും? തിരുപ്പുള വെച്ച് പിടയ്ക്കാൻ നമുക്ക്. അല്ലോ പെണ്ണാണോ മറ്റെന്തായി? അതൊന്നും പറയണ്ട. അങ്ങനെ കുട്ടി കുഴപ്പമില്ല, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു. അവര് കള്ളു കുടിക്കുക ഇല്ലാന്ന് പറഞ്ഞു. എന്തിനാ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവർ ചായ എടുക്കാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പെങ്ങളമൗണ്ട് 10 വയസ്സായിട്ടല്ലോ. അപ്പൊ അവൻ ചോദിക്കാ കട്ടൻ ചായയിൽ വെള്ളം ഒഴിക്കണില്ലേന്ന്. തീരുമാനമായില്ലേ? ബ്രോക്കർ പറഞ്ഞു കട്ടിട്ട് പറഞ്ഞു എഴുന്നേറ്റോ പറഞ്ഞു. ഞാൻ അപ്പോഴാ പറഞ്ഞത് ആ കുരുത്തം കെട്ട ചെക്കനെ കൊണ്ടുപോകണമെന്ന്. അതാ മുടങ്ങി കിട്ടിയപ്പോ. പണിക്ക് പോണ്ടി വരും. കല്യാണം കഴിഞ്ഞ വയസ്സ് 40. നിങ്ങൾക്ക് പകുതി വയസ്സുള്ളോ. നല്ല പ്രായത്തിലുള്ള പെണ്ണും കേട്ട് സുഖമായി നടന്നു തുടങ്ങി. ഈ പണിക്ക് പോവാതെ എങ്ങനെ 10 കാശുണ്ടാക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കണേ. അതല്ല നമ്മൾ എന്നും കാലത്ത് വന്നിട്ട് ഇവിടുന്ന് ആലോചിക്കണേ. അതെ, കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ഞാനാണല്ലോ. എന്റെ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. അല്ല അവിടെ വെയിലാണല്ലോ, അതാണ് പിടിച്ച് മരുന്ന്. അതായത് നമുക്ക് കള്ളക്കടത്ത് നടത്തിയാലോ? അതിന് എന്തെടുത്ത് കിടത്താനാ ഉദ്ദേശിക്കണേ? അത് ശരിയാണല്ലോ. പണിക്ക് പോണില്ല എന്നുള്ള ചീത്ത പേര് മാത്രല്ലോ. കുറച്ച് ഞാൻ ടിവിയിലും പേപ്പറിലും വരും ഫോട്ടോ. ഞാനില്ലാട്ടാ, എനിക്ക് കല്യാണം കഴിക്കാതെ. ലക്ഷണം പറയും മുഖം നോക്കി ലക്ഷണം പറയും. ഭൂതം ഭാവി വർത്തമാനം പറയും. ഇവിടെ 2-3 പേരുണ്ടല്ലോ.
കലക്കും. ഇവിടുന്ന് പറഞ്ഞു നോക്കാം. ഭൂതം ഭാവി വർത്തമാനം പറയും, മുഖം നോക്കി ലക്ഷണം പറയും. ആ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കണമെന്നില്ല ചേട്ടാ, താൻ നോക്കണേ നോക്കിയോ. ആ നോക്കണ്ടോ? ആ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം. ചേട്ടാക്കി സത്യം അറിയാലോ. പറഞ്ഞിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പൈസ ഉണ്ടാൽ മതി. ഉള്ളതുള്ള പോലെ അങ്ങോട്ട് പറയും. പറഞ്ഞത് സത്യമാണെങ്കിൽ മാത്രം ഫീസ് തന്നാൽ മതി. ആ കഴിഞ്ഞിട്ട് കൊടുക്ക്. എന്തിനാ മടിക്കുന്ന കൈ ഇങ്ങോട്ട് കിട്ടുക. പേര് പേര് മനോജ്. 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 നാള് ചതയം. ചതയം. മനോജ് ചതയം. വയസ്സ് വയസ്സ് 40 കഴിഞ്ഞു. 40. ഒരു 42 വയസ്സ് വരെ ചതഞ്ഞ അർജന്റ് ചെയ്യൂല. 42 കഴിഞ്ഞാൽ നല്ല കാലം വരും. വരും തീർച്ച. ഈ നക്ഷത്രം പറയുന്നത് അതാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു നക്ഷത്രമുണ്ട് ഹസ്തരേഖ ശാസ്ത്രത്തിൽ. അത് നിങ്ങളുടെ ഈ കയ്യിൽ കാണാനില്ല. അതുണ്ടെങ്കിൽ ലേന അകവിടം വരും. അത് വരച്ചിട്ടാ വല്ലതും നടക്കുമോ? ഇതാണ് ഹൃദയരേഖ, ഇത് ബുദ്ധിരേഖ, ഇതാണ് ആയുർരേഖ. ഈ രേഖ ഇങ്ങനെ കുറുകെ കിടന്ന തൻ്റെ ജീവിതകാലം കഷ്ടകാലം തന്നെ ഇതങ്ങോട്ട് മാഞ്ഞു പോകണം. നമുക്കിതൊരു റബ്ബർ മേടിച്ച് മാച്ചാലോ? ഒന്നുകിൽ എന്നോട് പറയാൻ അനുഭവിക്കുക, അത് ഞാൻ എന്നിട്ട് പോവുക. മിണ്ടാണ് നേരെ. പരിഹാരമായിട്ട് പരിഹാരം ഉണ്ടല്ലോ. ജോക്കറാ. കുട്ടികൾ കളിക്കണേൻ്റെ വാടിയിട്ടോ. അതിനൊരു കാര്യമുണ്ട്. ഈശോ രക്ഷ. ഇത് ജപിച്ച ചരട. ഇത് കയ്യിൽ കെട്ടുക, ഭാഗ്യദേവത നിങ്ങളെ തേടി വരും. ഇതിന് 1000 രൂപയുള്ള ഫീസ്. 1000 രൂപ വന്നില്ലെങ്കിലപ്പോ ഇല്ലെങ്കിൽ കാശങ്ങ് തിരിച്ചു വരും. ഇത് അടവിന് കിട്ടുമോ? എനിക്ക് പറഞ്ഞെടുക്കണായിരുന്നു. ആ കയ്യങ്ങടി കിട്ടുക, 2 കയ്യങ്ങടി കിട്ടുക. ഈശോ രക്ഷ. എന്തായാലും ഇതൊക്കെ ആയില്ലേ, നോക്കി നോക്കാം അല്ലേ. തന്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് എവിടേക്ക് ഉണ്ടായിരുന്നൂടെ. സന്തോഷമായില്ലേ? സന്തോഷമാക്കില്ല, കുറവുണ്ട്. 500 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞു, അറിയില്ല ഇനി. എന്തായാലും ഇതൊക്കെ എത്തിയല്ലേ, രക്ഷപ്പെടും അല്ലേ. അപ്പോൾ രക്ഷപ്പെടും. അല്ല, നമ്മളിനി അതൊക്കെ കണ്ടുമുട്ടുക. വിശ്വാസം അതല്ലേ എല്ലാം. അതിനല്ലത് ഭൂതം ഭാവി വർത്തമാനം പറയും. രക്ഷപ്പെടും അല്ലേ. 1000 രൂപ പോയി.